നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗം പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ വ്യോമാതിർത്തികളിൽ വർദ്ധിച്ചുവരുന്ന സ്വാം ഡ്രോണുകളുടെ ഭീഷണിയെ ചെറുക്കുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മൈക്രോ മിസൈൽ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചതിലൂടെയാണ് ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചിരിക്കുന്നത്. ഭാർഗവാസ്ത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ മൾട്ടി ലേയേർഡ് കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ഒഡീഷയിലെ ഗോപാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചുകളിലാണ് പരീക്ഷിച്ചത്. ഈ പരീക്ഷണത്തിൽ 2.5 കിലോമീറ്ററിലധികം അകലെയുള്ള നിയുക്ത വെർച്വൽ ലക്ഷ്യങ്ങളിലേക്ക് വിജയകരമായി കുതിച്ചെത്താൻ ഈ സിസ്റ്റത്തിനായി. വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ നിർവീര്യമാക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞതും നൂതനവുമായ പരിഹാരമാണ് അതിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടത്. സോളാർ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് അഥവാ EEL ആണ് ഭാർഗവാസ്ത്ര വികസിപ്പിച്ചെടുത്തത്. 6 കിലോമീറ്ററിലധികം ദൂരത്തിൽ നിന്ന് വരെ വരുന്ന ചെറിയ ഡ്രോണുകൾ പോലും കണ്ടെത്താൻ ഈ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾക്കാകും. ഗൈഡഡ് മൈക്രോ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് വിവിധ ഡ്രോൺ ഭീഷണികളെ ഇത് നിർവീര്യമാക്കുന്നു. മികച്ച കൃത്യതയും ഫലപ്രാപ്തിയും ഈ സിസ്റ്റം ഉറപ്പു നൽകുന്നുണ്ട്. വേഗത്തിലുള്ള വിന്യാസത്തിനായി മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ഈ സിസ്റ്റം ഇന്ത്യയുടെ സായുധ സേനയുടെ അതുല്യമായ പ്രവർത്തനാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഏറെ അനുയോജ്യമാണ്. കാരണം ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ ഈ സിസ്റ്റത്തിന്റെ രൂപകൽപ്പന സഹായിക്കുന്നു. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആളില്ലാ ആകാശവാഹനങ്ങളിൽ നിന്നുണ്ടാകാവുന്ന വിവിധ ഭീഷണികൾക്കുള്ള ഒരു ഏകജാലക പരിഹാരമെന്നാണ് ഭാർഗവാസ്ത്ര വിശേഷിപ്പിക്കപ്പെടുന്നത്. ആളില്ലാ ആകാശവാഹനങ്ങൾ അഥവാ UAVകൾക്കെതിരെ താങ്ങാനാകാവുന്ന ചിലവിൽ എന്നാൽ കഠിനമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനായാണ് മൾട്ടി ലെയർ കൗണ്ടർ ഡ്രോൺ സിസ്റ്റമായ ഭാർഗവാസ്ത്ര എന്ന മൈക്രോ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഭീഷണികൾക്കുമെതിരെ സമഗ്രമായ ഒരു പരിഹാരമായി മാറുന്നതിനായി ഇതിൽ സോഫ്റ്റ് കിൽ ലെയർ സംയോജിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തിനായി സായുധ സേനകളിൽ നിലവിലുള്ള ശൃംഖലകളുമായി ഈ സംവിധാനം സംയോജിപ്പിക്കാനും സാധിക്കും. നൂതനമായ കമാൻഡ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻസ്, കമ്പ്യൂട്ടറുകൾ, ഇന്റലിജൻസ് എന്നിവ ഉൾപ്പെടുന്ന C41 സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററാണ് ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാർഗവാസ്ത്രയിൽ ഘടിപ്പിച്ചിരിക്കുന്ന റഡാറിന് 10 കിലോമീറ്റർ വരെ അകലെയുള്ള ഇടത്തരം മുതൽ വലിയ ആളില്ലാ ആകാശവാഹനങ്ങളെയും 6 കിലോമീറ്റർ പരിധിയിലുള്ള ചെറിയ ഡ്രോണുകളെയും കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം ഇതിലെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സിസ്റ്റം താഴ്ന്ന റഡാർ ക്രോസ് സെക്ഷൻ ലക്ഷ്യങ്ങളുടെ കൃത്യമായ കണ്ടെത്തലും ഉറപ്പുവരുത്തുന്നു. ഭാർഗവാസ്ത്രയ്ക്ക് സാഹചര്യത്തിനനുസൃതമായ അവബോധാവലോകനം നൽകാനുള്ള ശേഷിയുമുണ്ട്. കൂടാതെ ഒറ്റയ്ക്കോ കൂട്ടമായോ വരുന്ന ശത്രു ഡ്രോണുകളെ ഏത് വിധത്തിൽ എപ്പോഴാണ് നിർവീര്യമാക്കേണ്ടത് എന്ന് വിലയിരുത്താനും ഇതിന് കഴിയും. സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ ഉയരം വരെ ഇവ പ്രവർത്തന സജ്ജമാക്കാം. അങ്ങനെ മരുഭൂമികൾ മുതൽ പർവ്വത പ്രദേശങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ ഭാർഗവാസ്ത്ര എന്ന മൈക്രോ മിസൈൽ സിസ്റ്റം കാര്യക്ഷമതയോടെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. പരമ്പരാഗത ജാമിംഗ് അല്ലെങ്കിൽ സ്കൂഫിംഗ് സാങ്കേതിക വിദ്യകളെ പ്രതിരോധിക്കുന്ന സ്വയം നിയന്ത്രിത ഡ്രോണുകളുടെ കൂട്ടത്തെ ഫലപ്രദമായി നേരിടാൻ ഈ സിസ്റ്റം ഏറെ അനുയോജ്യമാണ്. കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യയിലെ നിർണായകമായ മുന്നേറ്റമാണ് ഭാർഗവാസ്ത്ര സിസ്റ്റത്തിലൂടെ ഇന്ത്യ സാധ്യമാക്കിയിരിക്കുന്നത്. ഭാർഗവാസ്ത്ര പോലുള്ള സ്വാം ന്യൂട്രലൈസേഷൻ കഴിവുകളുള്ള ഒരു മൾട്ടി ലെയേർഡ് കൗണ്ടർ ഡ്രോൺ പ്ലാറ്റ്ഫോം ഇന്ന് ലോകത്തെവിടെയും വികസിപ്പിച്ചെടുത്തിട്ടില്ല. അതിനാൽ തന്നെ ഭാർഗവാസ്ത്രയുടെ വിജയകരമായ പരീക്ഷണത്തിലൂടെ ഇന്ത്യ ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധ നേടുകയാണ്. ഈ നൂതന പ്രതിരോധ സംവിധാനം വിജയകരമായ ആദ്യ പരീക്ഷണം പൂർത്തിയാക്കിയതിനു പിന്നാലെ ഈ വർഷം അവസാനത്തോടെ കൂടുതൽ സമഗ്ര പരിശോധനയും നടക്കും. അതിനുശേഷമാകും ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിരോധ ശേഷിയിലേക്ക് ഭാർഗവാസ്ത്ര കൂട്ടിച്ചേർക്കുക. രാജ്യാതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന ഡ്രോൺ ഭീഷണികളെ ചെറുക്കാനുള്ള ഈ സംവിധാനം സാങ്കേതിക വിദ്യാ വികസന രംഗത്ത് ഇന്ത്യയുടെ തദ്ദേശീയ ശേഷിയുടെ മുന്നേറ്റം കൂടിയാണ് ഉയർത്തിക്കാണിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.